നിയമസഭാ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ കേരളത്തിൽ UDF വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന എക്സിറ്റ് പോൾ സൂചനകൾക്ക് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ചൂടുപിടിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ സംഘടനാ മികവാണ് ഇത്തവണ UDFനെ വിജയപ്രതീക്ഷയുടെ നെറുകയിലെത്തിച്ചതെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. ഭൂരിപക്ഷം ലഭിച്ചാൽ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഡൽഹിയിൽ സജീവമാണ്. അടുത്ത കാലത്തൊന്നും ഹൈക്കമാൻഡ് ഇത്രയധികം ഇടപെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തുണ്ടാവില്ല. കോൺഗ്രസിന്റെ മൂന്നാമനും സംഘടനയുടെ അമരക്കാരനുമായ KC വേണുഗോപാലിന്റെ സ്വന്തം സംസ്ഥാനമായതിനാൽ തുടക്കം മുതൽ അദ്ദേഹം അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വലുപ്പച്ചെറുപ്പം നോക്കാതെ നേരിട്ട് ഇടപെട്ട് തർക്കങ്ങൾ പരിഹരിക്കാൻ KCക്ക് സാധിച്ചു. ആദ്യം മടിച്ചുനിന്ന പ്രവർത്തകരെ കൂട്ടത്തോടെ കളത്തിലിറക്കിയതും മതാധ്യക്ഷന്മാരുമായി നേരിട്ട് സംസാരിച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയതും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഉഷാറാക്കി. പിണക്കങ്ങൾ മാറ്റി അവരെ കൂടി സജീവമാക്കാൻ ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ സഹായിച്ചുവെന്ന് KC അനുകൂലികൾ പറയുന്നു. തിരഞ്ഞെടുപ്പ് ഫണ്ട് ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ മണ്ഡലത്തിൽ പരിഹരിക്കാൻ നേതാക്കളെ തന്നെ നേരിട്ട് കളത്തിലിറക്കി KC നടത്തിയ ഇടപെടലുകൾ സ്ഥാനാർത്ഥികൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഓരോ 2 ദിവസം കൂടുമ്പോഴും ലഭിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മുതിർന്ന നേതാക്കൾക്ക് പ്രത്യേക ചുമതല നൽകി കൃത്യമായ റിപ്പോർട്ടുകൾ വാങ്ങാനും അദ്ദേഹം ശ്രദ്ധിച്ചു. ചടുലമായ ഈ പ്രവർത്തനത്തിനൊപ്പം അണികളും ജയിക്കാനായി ഉറച്ചിറങ്ങിയപ്പോൾ പല നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഇതുവരെ കാണാത്ത ആവേശകരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തരംഗം ആഞ്ഞുവീശിയാൽ UDF സീറ്റുകൾ 100 കടക്കുമെന്നാണ് പ്രാഥമിക നിഗമനം. വിജയം ഉറപ്പായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് പ്രതിനിധി ഉടൻ കേരളത്തിലെത്താനാണ് സാധ്യത. ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള ഒരു കരുത്തുറ്റ നേതൃത്വം എന്ന നിലയിൽ KC വേണുഗോപാലിനെ ഹൈക്കമാൻഡ് താക്കോൽ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ നേതാക്കൾ മുൻനിരയിലുണ്ടെങ്കിലും സംഘടനാപരമായ വിജയത്തിന്റെ ക്രെഡിറ്റ് വേണുഗോപാലിലേക്ക് എത്തുന്നതോടെ അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കുകയാണ്. മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തന റിപ്പോർട്ട് സ്ഥാനാർത്ഥികളിൽ നിന്നും വേണുഗോപാൽ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെയ് 4 ഫലം വരുമ്പോൾ KC ഫാക്ടർ തന്നെയാകും കോൺഗ്രസിലെയും കേരള രാഷ്ട്രീയത്തിലെയും പ്രധാന ചർച്ചാ വിഷയം. പ്രചരണങ്ങളിൽ സജീവമായ KC സമാന്തരമായി സോഷ്യൽ എഞ്ചിനീയറിംഗിലും ശ്രദ്ധിച്ചു. മതാധ്യക്ഷന്മാരുമായി ഹൈക്കമാൻഡ് നേരിട്ട് സംസാരിച്ചു. പിണക്കങ്ങൾ മാറ്റി അവരെയും സജീവമാക്കി. ഇതിനിടയിലാണ് നിയോജക മണ്ഡലങ്ങളിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിച്ചത്. നേതാക്കളെ തന്നെ കളത്തിലിറക്കിയാണ് KC ഇത് പരിഹരിച്ചത്. 2 ദിവസം കൂടുമ്പോൾ കിട്ടുന്ന സർവേ റിപ്പോർട്ട് അനുസരിച്ച് മണ്ഡലങ്ങളിലെ പ്രവർത്തനം ഏകോപിപ്പിച്ചു. മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകി റിപ്പോർട്ട് വാങ്ങി. അങ്ങനെ കോൺഗ്രസിലെ പ്രവർത്തനം ഏകോപിപ്പിച്ചു. അതുകൊണ്ട് തന്നെ KCയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം കോൺഗ്രസുകാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.